ചുറ്റിന് ശത്രുക്കളുണ്ട്. അവരൊക്കെ ഇപ്പൊ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും സത്യം തിരിച്ചറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. മോഹിനി ഉണ്ടാക്കുന്ന പലഹാരത്തിലെ കുഞ്ഞിനെ കളയാനുള്ള വിഷം ചേർക്കും മോളുടെ മുത്തശ്ശി. ഹലോ, അങ്ങനെ മഹാലക്ഷ്മി പുതിയ പ്രമോയില് നമ്മുടെ മുത്തശ്ശിക്ക് ആകപ്പാടെ സംശയം. മഹാലക്ഷ്മി ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും എന്തേ മോഹിനിക്ക് അവളോട് ദേഷ്യം തോന്നാത്തേ എന്നുള്ളൊരു സംശയം അപ്പൊ പ്രതാപന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ മോഹിനി ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ടൊന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. ഇനി മോഹിനിയും കൂടെ അഭിനയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ കൂട്ടുകാരെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് കണ്ണൻ വരുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ഭയങ്കര സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടാ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം, ഇനി എന്തും സംഭവിക്കാം. കണ്ണേട്ടനോട് ഇപ്പോ അടുപ്പായിട്ട് നിൽക്കുന്നവരൊക്കെ സത്യങ്ങൾ അറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്നൊട്ടും പറയാൻ പറ്റില്ല. ഞാനും കണ്ണേട്ടനൊക്കെ ഒരു അപകടാവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ ഒന്നും പേടിക്കേണ്ട മഹി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കണ്ണേട്ടൻ ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ച് നിന്നോ, ലാസ്റ്റ് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ കണ്ണേട്ടന് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിക്കുന്നൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ദുർഗാമ്മ വന്ന് കണ്ണനോട് പറയുന്നുണ്ടടാ, ഇന്നത്തെ കൊണ്ട് എല്ലാത്തിനും ഒരു തീരുമാനമാകോടാ. മഹാലക്ഷ്മിക്ക് വേണ്ടി അവളുടെ അമ്മ ഒരുക്കിയ പലഹാരത്തില് അവളുടെ മുത്തശ്ശി വിഷം ചേർത്തിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാൻ എന്ന് പറയുകയാണ്. അപ്പൊ കണ്ണൻ ഈ വാർത്ത കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടെ മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ നമ്മുടെ മോഹിനി ഉണ്ടാക്കി വെച്ച ഫുഡില് എന്തൊക്കെയോ വിഷം കുത്തിത്തിരികെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ച നമ്മുടെ മോഹിനിയും കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണനും അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനിയും അറിഞ്ഞിട്ടുണ്ട് ആ ഒരു ഫുഡിൽ വിഷം ചേർത്തിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി അത് കഴിക്കത്തില്ല, കുഞ്ഞ് സേഫ് ആകും അല്ലെ. കാത്തിരുന്നേനെ കാണട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.